ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം രാവിലെ 5 മണി. ഞങ്ങൾ ഇന്ന് എറണാകുളം പോവുകയാണ്. അങ്ങനെ പാത്തുവിനെ വിളിച്ചുണർത്തി അവളുടെ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ചായ കുടിക്കാനിരുന്നതാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവളുടെ ഡ്രസ്സ് മാറ്റലും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചിട്ട് പട്ടാമ്പിക്ക് ബസ്സിന് പോവുകയാണ്. അങ്ങനെ ബസ്സിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 മിനിറ്റ് ആയപ്പോഴേക്കും ബസ് വന്ന് അങ്ങനെ ബസ്സിൽ കയറി യാത്രയായി. പാത്തുവിന് മാത്രം സ്ഥലം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി ബസ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അങ്ങനെ ട്രെയിന് 3/4 മണിക്കൂർ ലേറ്റായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു നിന്നു. ആ സമയം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ട്രെയിന് വന്നു. ട്രെയിനിനുള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാത്തുവിനെ മുകളിൽ കയറ്റിയിരുത്തി. അങ്ങനെ അവളുടെ കയ്യിലൊരു ഫോണും കൊടുത്ത് അവളവിടെ സെറ്റായി. അങ്ങനെ 3.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ എറണാകുളം എത്തി. അവിടെ ഇറങ്ങി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 20 മിനിറ്റിൻ്റെ യാത്രയുണ്ട് അവരുടെ വീട്ടിലേക്ക്. ഞങ്ങളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഇതുവരെ പറഞ്ഞു. ഉപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മോളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, അതായത് പാത്തുവിൻ്റെ മാമിയുടെ വീട്ടിലേക്ക്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയി. ശേഷം അവരുടെ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ വീഡിയോസിൽ ഉൾപ്പെടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്തായിട്ട് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ 10 മിനിറ്റും ബോട്ട് സർവീസിലൊക്കെ ഒന്ന് കയറി എൻജോയ് ചെയ്തു. പാത്തു നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ അവിടെ വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. 5:30-ക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിന്. അങ്ങനെ കൃത്യം 5:30-ക്ക് തന്നെ ട്രെയിൻ വന്നു. അങ്ങനെ എല്ലാവരും യാത്ര തുടങ്ങി. അങ്ങനെ രാത്രിയായി. രാത്രി 8:09-ന് ഞങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ നാട്ടിലെത്തി. അൽഹംദുലില്ലാ, ഇനി വീട്ടിലേക്ക്.